നമ്മുടെ നാട്ടിലെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുള്ള ഒരു ജയിലിൽ നിന്നാണ് ഗോവിന്ദസ്വാമി വളരെ നിസ്സാരമായി ചാടിപ്പോയത്. അനായാസമായാണ് ഒരു ക്രിമിനൽ ആ ജയിലിന്റെ പുറത്തേക്ക് പോകുന്നതെന്ന് വീഡിയോയിൽ കാണാമായിരുന്നു. 24 മണിക്കൂർ നിരീക്ഷണമുള്ള സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജയിൽ ചാട്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള തിഹാർ ജയിലിൽ നിന്ന് വരെ പലരും ഇങ്ങനെ ചാടിയിട്ടുണ്ട്. 1986 ചാൾസ് ശോഭരാജ് തന്റെ ജയിൽ ഗാർഡുകൾക്കും സഹ തടവുകാർക്കും ഒരു വലിയ പാർട്ടി നടത്തി. ഉറക്കഗുളികളും മയക്കുമരുന്നും നൽകി. മാർച്ചിൽ തിഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. അതേപോലെ ഫുലൻ ദേവിയുടെ കൊലപാതകത്തിന് അറസ്റ്റിലായ ഷേർ സിംഗ് റാണ 2004 ഫെബ്രുവരിയിൽ തിഹാർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. ജയിൽ ചാട്ടം ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിൽ. കാലാപാനി എന്ന പേര് നമുക്കെല്ലാം പരിചിതവുമാണ്. പ്രവർത്തിച്ചിരുന്ന കാലത്ത് കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ഈ സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലെയറിലാണ്. 350-ലധികം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ദ്വീപസമൂഹമാണ് ആൻഡമാൻ. ചെറുതും വലുതുമായ 180 ദ്വീപുകളാണ് അവിടെയുള്ളത്. അതിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലാണ് കാലാപാനി സ്ഥിതി ചെയ്യുന്നത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ചാണ് ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ കാര്യമായി ശ്രദ്ധിക്കുന്നത്. ശിപ്പായി ലഹള എന്ന് വിളിക്കപ്പെട്ട ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ആൻഡമാനിലേക്ക് അവർ നാടുകടത്തി. പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ തടവുകാരെ ഉപയോഗിച്ച് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇവിടം വാസയോഗ്യമാക്കി മാറ്റിയത്. പിന്നീട് നിരന്തരമായ തടവുകാർ ഈ ജയിലിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പ്രതിഷേധിച്ചവരെയും പീഡനം സഹിക്കാൻ പറ്റാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും അവിടെ നിഷ്കരുണം കൊന്നൊടുക്കുകയും ചെയ്തു. ദ്വീപിലെ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് സെല്ലുലാർ ജയിൽ. 3 നിലകളിലായാണ് ഇതിന്റെ നിർമ്മാണം. വളരെ ചെറിയ മുറികളാണ് ഇതിനകത്തുള്ളത്. 1906 മാർച്ച് 10-നാണ് ഈ സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഏതാണ്ട് 10 കൊല്ലമെടുത്തു ജയിലിന്റെ പണി മുഴുവനാക്കാൻ. ഏകാന്ത തടവറകളാണ് സെല്ലുലാർ ജയിലിന്റെ പ്രത്യേകത. വിടർന്നു നിൽക്കുന്ന 7 ഇതളുള്ള താമരപ്പൂ ആകൃതിയിൽ 3 നിലകളിൽ നിർമ്മിച്ച ജയിലിൽ 700 സെല്ലുകൾ ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന നിരീക്ഷണ ഗോപുരത്തിൽ നിന്നാൽ 7 ബ്ലോക്കിലെയും ഓരോ ചലനങ്ങളും കാണാൻ കഴിയും. കാറ്റും വെളിച്ചവും കടക്കാത്ത വിധത്തിൽ കെട്ടി ഉണ്ടാക്കിയതിനാൽ സെല്ലുലാർ ജയിൽ എന്ന പേരും ഇതിന് കിട്ടി. ജയിൽ പുള്ളികളെ മുക്കാലിയിൽ കെട്ടിയിട്ട് തല്ലുക, നഖം പിഴുതെടുക്കുക, മലം തീറ്റിക്കുക, രാപ്പകലും മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുക തുടങ്ങിയ നിരവധി ക്രൂരകൃത്യങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. ആൻഡമാനിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായിരുന്നതിനാൽ അതിന്റെ ചകിരി കൊണ്ട് കയർ ഉണ്ടാക്കുകയും തേങ്ങ ആട്ടി എണ്ണ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോരുത്തർക്കും ദിവസം കൊടുത്തിട്ടുള്ള ജോലിയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ ജയിൽ മുറ്റത്ത് നിർത്തി ചാട്ടവാർ കൊണ്ട് അടിച്ച് പുറം പൊളിക്കുമായിരുന്നു. തടവുകാരെ തൂക്കിക്കൊല്ലാനുള്ള കയർ ഇവിടുത്തെ തടവുകാരെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടാലും ചുറ്റിലും ആർത്തിരമ്പുന്ന കടലായതുകൊണ്ട് ജയിൽ ചാട്ടം എന്നത് ചിന്തിക്കാൻ പോലും ആയിരുന്നില്ല. ജയിൽ ചാടിയാലും മരിക്കും എന്നൊരു അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ നിന്നും നിരവധി പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചപ്പോൾ മലബാറിൽ നിന്നും ഒരുപാട് മലയാളികളെ ഇവിടേക്ക് നാടുകടത്തിയിട്ടുണ്ട്. കുറെ പേര് അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. എന്നാൽ ചിലർ അവിടുന്ന് ചാടി റംഗൂൺ വഴി ചുറ്റിക്കറങ്ങി ബോംബെ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ സെല്ലാർ ജയിൽ പൊളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അത് വലിയ ജനരോഷമുണ്ടാക്കി. തങ്ങൾ അനുഭവിച്ച നരകയാതനയുടെ സ്മാരകമായി കെട്ടിടം പൊളിക്കരുത് എന്നായിരുന്നു പലരുടെയും ആവശ്യം. ജനരോഷം മൂലം സർക്കാർ ജയിൽ പൊളിക്കുന്നത് നിർത്തിവെച്ചു. ബാക്കിയായി അവശേഷിച്ച ഭാഗം ഇന്നും ഒരു സ്മാരകമായി അവിടെ നിലനിൽക്കുകയാണ്. ഇന്നും ഏതൊരു ഇന്ത്യക്കാരനും അവിടെ എത്തുമ്പോൾ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരരായ ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ആ പ്രാർത്ഥന.